വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSLC ബയോളജി പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണത്തെ പറ്റി നമുക്കിന്നത് ക്ലാസ്സിലൂടെ ഒന്ന് പഠിക്കാം. ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് FBS അളവ് 70 മുതൽ 110 mg/dl ആണ്. അപ്പോൾ ആരോഗ്യമുള്ള വ്യക്തിയിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് എത്രയാണ്? 70 100 അല്ലെങ്കിൽ 70 110 ആവാം കേട്ടോ. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ഗ്ലൂക്കോസ് നില PPBS 140 mg/dl ആണ്. 140 mg/dl താഴെയായിരിക്കണം. 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ശരാശരി അളവ് HbA1c പരിശോധന വഴി അളക്കുമ്പോൾ 5.7% താഴെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ നിലയായി കണക്കാക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ദഹനത്തിന് ശേഷം ഗ്ലൂക്കോസ് രക്തത്തിലേക്കാണല്ലോ ആഗിരണം ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടേണ്ടതല്ലേ? അതെങ്ങനെ സ്ഥിരമായി നിലനിൽക്കും? ഒരു കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇവിടെ പാങ്ക്രിയാസ് എന്ന് പറയുന്നൊരു ശരീരത്തിലെ ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പാങ്ക്രിയാസിൻ്റെ ഘടനയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഇതാണ് ഗ്ലൂക്കോസ് ക്രമീകരിക്കുന്നതിൽ, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്ലാൻഡ് എന്നുള്ള കാര്യം ഓർക്കുക. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് പാങ്ക്രിയാസ്. പാങ്ക്രിയാസിൻ്റെ സ്ഥാനവും ദഹനപ്രക്രിയയിൽ അത് നിർവഹിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാങ്ക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസുകൾ. ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാങ്ക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളെ വിളിക്കുന്നത് എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ 2 തരം കോശങ്ങളുണ്ട്. കോശങ്ങളാണുള്ളത്. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ഓക്കെ, അതിൽ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ എന്ത് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കഗോൺ. എന്താണ്? ഗ്ലൂക്കഗോൺ. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ബീറ്റ കോശങ്ങളുടെ ഹോർമോണിൻ്റെ പേര് ഇൻസുലിൻ. ഇത് എങ്ങനെയാണ് ബ്ലഡിലെ ഗ്ലൂക്കോസ് നിലവാരം ക്രമീകരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓർമ്മ വേണം. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ഗ്ലൂക്കഗോൺ ആരാണ്? ആൽഫ കോശങ്ങൾ. ഇൻസുലിൻ ആരാണ്? ബീറ്റ കോശങ്ങൾ. നമുക്കിന്ന് പഠിച്ചാലോ? ഓക്കെ, നോക്കേണ്ടത് ഇത്രയാണ്. സാധാരണ ഗ്ലൂക്കോസ് നില 70-100 mg/dl രക്തത്തിലേക്ക് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. 70-100 mg/dl സാധാരണ ഗ്ലൂക്കോസ് നിലയാണ് ഒരു ആരോഗ്യമുള്ള വ്യക്തിയുടെ. കൂടിയാൽ, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ പാങ്ക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. പാങ്ക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കും. ഗ്ലൂക്കോസിനെ ആരാണ്? ഇൻസുലിൻ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? പാങ്ക്രിയാസിലെ ബീറ്റ കോശങ്ങൾ. ഇതേ സമയം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസ് പ്രവേശനം ത്വരിതപ്പെടുത്തുകയും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ കൂടിയാൽ എന്ത് ചെയ്യും? അത് ബോഡി കുറയ്ക്കാനായിട്ട് നോക്കും ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ. ഓക്കെയാണ്. ഇനി സാധാരണ ഗ്ലൂക്കോസ് നില 70-100 mg/dl രക്തത്തിൽ ഉണ്ട് എങ്കിൽ, അത് നോർമൽ അവസ്ഥയിലാണെങ്കിൽ, അതിൽ നിന്ന് കുറഞ്ഞാൽ, ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞാൽ പാങ്ക്രിയാസിലെ ആൽഫ കോശങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും? ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് കരളിൽ ചെന്ന് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കും. അമിനോ ആസിഡുകളെയും എന്താക്കും? ഗ്ലൂക്കോസാക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അങ്ങനെ നോർമൽ കണ്ടീഷൻ നിലനിർത്താൻ സഹായിക്കും. ഇതാണ് ഈ 2 ഹോർമോണുകൾ കാരണം നമ്മുടെ രക്തത്തിൽ
ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്നതിന് സഹായകമാകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കണം. കൂടിയാൽ എന്താണ്? പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ എന്തുൽപ്പാദിപ്പിക്കും? ഇൻസുലിൻ. ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കും. ഇനി കൂടിപ്പോയാലോ, 70-100 നിന്ന് കൂടിപ്പോയാലോ, പാൻക്രിയാസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ കരളിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ അമിനോ ആസിഡുകളെയും ഗ്ലൂക്കോസാക്കും. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാനായിട്ട് ശ്രമിക്കും. ഇതാണ് നമ്മൾ ഈ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണം. താങ്ക് യു.